വിശ്വാസത്തിന്റെ കരുത്ത്. ആസിയ ബീവിയുടെ കഥ. ഈജിപ്ത് അന്ന് ഭയത്തിന്റെ നിഴലിലായിരുന്നു. ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഭരണം നടത്തി. ഫിറൗൻ, കരുണയില്ലാത്ത കൊലയാളി. അവൻ കുടുംബങ്ങളെ തകർത്തു, ദേശമെങ്ങും ഭീതി പടർത്തി. പക്ഷേ ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ അവന്റെ പ്രിയതമയായി ആസിയ ബീവിയുണ്ടായിരുന്നു. പട്ടും പൊന്നും അധികാരവും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. എങ്കിലും അവരുടെ മനസ്സ് അശാന്തമായിരുന്നു. അവർക്കറിയാമായിരുന്നു ഈ പ്രപഞ്ചത്തിന് ഏകനായൊരു നാഥനുണ്ടെന്ന്. ഒരു ദിവസം നൈൽ നദി ശാന്തമായി ഒഴുകുകയായിരുന്നു. ഓളങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ മരപ്പെട്ടകം ഒഴുകി വന്നു. അതിനുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞ്, അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ പെട്ടകം ഫിറൌനിന്റെ കൊട്ടാരത്തിനടുത്തെത്തി. കാവൽക്കാർ അത് പുറത്തെടുത്തു. പെട്ടകം തുറന്നപ്പോൾ അവിടെ നിശബ്ദത പടർന്നു. സേവകർ ആ കുഞ്ഞിനെ ആസിയ ബീവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ കുഞ്ഞിനെ കണ്ട നിമിഷം ആസിയ ബീവിയുടെ ഉള്ളിൽ എന്തോ ഒന്ന് സംഭവിച്ചു. കരുണ, സ്നേഹം, അതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി. ഫിറൌൻ അവിടേക്ക് കടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. ഇവനെ കൊന്നുകളയൂ, അവൻ അലറി. കൊട്ടാരം മരവിച്ചു നിന്നു. പക്ഷെ ആസിയ ബീവി മുന്നോട്ടു വന്നു. പതറാത്ത ശബ്ദത്തിൽ അവർ പറഞ്ഞു, ഇവനെ കൊല്ലരുത്. അവൻ എനിക്കും നിങ്ങൾക്കും കണ്ണുകുളിർമയായിരിക്കും. ഒരുപക്ഷെ അവൻ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ മകനായി വളർത്താം. അള്ളാഹു ആ കുഞ്ഞിനോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ നിറച്ചു. ഫിറൌൻ അറിയാതെ തന്നെ തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ വളർത്താൻ അനുവാദം നൽകി. ആ കുഞ്ഞായിരുന്നു മൂസ അലൈഹിസലാം. വർഷങ്ങൾ കടന്നുപോയി. മൂസ അലൈഹിസലാം ആ കൊട്ടാരത്തിൽ വളർന്നു. ആസിയ ബീവി അവനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ സത്യസന്ധതയും അള്ളാഹുവിലുള്ള വിശ്വാസവും അവർ കണ്ടു. രഹസ്യമായി, ആരും കാണാതെ ആസിയ ബീവി വിശ്വസിച്ചു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. തന്റെ വിശ്വാസം അവർ ഒളിപ്പിച്ചു വെച്ചു. കാരണം ഫിറൌൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ക്രൂരമായി ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ രഹസ്യം പുറത്തായി. ഫിറൌൻ സത്യമറിഞ്ഞു. അവന്റെ ക്രോധം കൊട്ടാരത്തെ വിറപ്പിച്ചു. നീ എന്നെ കൂടാതെ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? അവൻ അലറി. ആസിയ ബീവി അവനെ നോക്കി. അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു. അതെ, എന്റെ നാഥൻ അള്ളാഹുവാണ്. ഫിറൌൻ ശിക്ഷ വിധിച്ചു. ആസിയ ബീവിയെ പുറത്തേക്ക് വലിച്ചിഴച്ചു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ അവരെ കെട്ടിയിട്ടു. വേദന അവരെ ചുറ്റിവരിഞ്ഞു. പക്ഷെ അവരുടെ വിശ്വാസം പാറ പോലെ ഉറച്ചു നിന്നു. ഫിറൌൻ അവരുടെ മുന്നിൽ നിന്ന് ആക്രോശിച്ചു, ഈ മതം ഉപേക്ഷിക്കൂ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുക്കൂ. ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി. ശരീരം തളർന്നിരുന്നു, പക്ഷെ ഹൃദയം കരുത്തുള്ളതായിരുന്നു. അവർ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, എനിക്ക് നിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണമേ. ഫിറൌനിൽ നിന്നും അവന്റെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അക്രമികളായ ഈ ജനതയിൽ നിന്നും എന്നെ കാക്കണമേ. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ആകാശവാതിലുകൾ അവർക്കായി തുറന്നു. സ്വർഗത്തിലെ തന്റെ മനോഹരമായ വീട് അവർ കണ്ടു. അത് കണ്ട് ആസിയ ബീവി പുഞ്ചിരിച്ചു. ഫിറൌനിന്റെ ശിക്ഷ തുടരുന്നതിനു മുൻപേ അള്ളാഹു അവരുടെ ആത്മാവിനെ ശാന്തമായി ഏറ്റുവാങ്ങി. അവരുടെ ശരീരം മണ്ണിൽ അവശേഷിച്ചു, പക്ഷെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. അള്ളാഹു ആസിയ ബീവിയെ ഖുറാനിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഒരു രാജ്ഞിയായല്ല, ഫിറൌനിന്റെ ഭാര്യയായുമല്ല, മറിച്ച് ലോകത്തെ എല്ലാ വിശ്വാസികൾക്കും മാതൃകയായ മഹതിയായിരുന്നു ആസിയ ബീവി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരാവർ മരിയം ബിന്ത് ഇമ്രാനും ആസിയ ബിന്ത് മുസാഹിമുമാണ്. അവർ ജീവിച്ചത് തിന്മയുടെ കൊട്ടാരത്തിലായിരുന്നു, പക്ഷെ അവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെതായിരുന്നു. അധികാരത്തെക്കാൾ സത്യത്തെയും ഭയത്തേക്കാൾ വിശ്വാസത്തെയും തിരഞ്ഞെടുത്ത വിപ്ലവകാരിയായിരുന്നു ആസിയ ബീവി.